ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ലെറ്റ്സ് ലേൺ ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറയുന്ന വീഡിയോ സീരീസിലെ 3rd എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫോട്ടോ എഡിറ്റിങ്ങിൽ കർവ്സ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ കാണുന്നവർ ഈ ഫോണിൽ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ PC ചെയ്യുന്നവരുണ്ടാവും. ബട്ട് നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും ഏത് ആപ്പ് ഉപയോഗിച്ചാലും കർവ്സ് എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് ഒന്നാണ്, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിങ്ങും സെയിം ആണ്. ബട്ട് ഫോട്ടോഷോപ്പിലോ ലൈറ്റ് റൂമിലോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ കുറച്ച് ടൂൾസ് ഒക്കെ കാണുമെന്നേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കർവ്സ് 2 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ RGB കർവ്, സെക്കൻഡ് വൺ RGB സെപ്പറേറ്റ് ആയിട്ടുള്ള റെഡ് കർവ്, ഗ്രീൻ കർവ് ആൻഡ് ബ്ലൂ കർവ്. മുൻപത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈലൈറ്റ്, ഷാഡോസ് ആൻഡ് മിഡ് ടോൺസ് ഇത് ചേരുന്നതാണ് ഒരു ഫോട്ടോ. സോ നമ്മുടെ ഫോട്ടോയിലെ ബ്രൈറ്റസ്റ്റ് റീജിയൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് മുതൽ ഡാർക്ക് റീജിയൻ ആയിട്ടുള്ള ഷാഡോസ് വരെയുള്ള എൻറ്റയർ പോർഷൻസ് ഒരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് കർവ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ കർവ്സിലെ ഹൊറിസോണ്ടൽ ആക്സിസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഷാഡോ റീജിയനും ഏറ്റവും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്സുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിസിൽ നോക്കുകയാണെങ്കിൽ ബോട്ടം റീജിയൻ എന്ന് പറയുന്നത് ഷാഡോസും ടോപ്പിലേക്ക് പോകും തോറും ഹൈലൈറ്റ്സുമാണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ്സ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കർവ്സിലെ റൈറ്റ് സൈഡ് ടോപ്പിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ആ ഫോട്ടോയിലെ ഷാഡോസ് ഉള്ള റീജിയൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കർവ്സിൽ ലെഫ്റ്റ് സൈഡ് ബോട്ടം റീജിയനിലായിരിക്കും. ആൻഡ് മിഡ് ടോൺസ് ഒക്കെ ഇതിന് ഇടയ്ക്ക് വരും. അതായത് ഹൈലൈറ്റ്സിൽ നിന്ന് ഷാഡോസ് വരെയുള്ള ആ ട്രാൻസിഷനാണ് ആ ഡയഗണൽ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഫോട്ടോയിൽ കർവ്സ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഈ ഫോട്ടോയിൽ എനിക്കിപ്പോൾ ഹൈലൈറ്റ്സ് കൂടുതൽ ബ്രൈറ്റ് ആക്കണം. സോ അതിനായിട്ട് നമ്മുടെ ഫോട്ടോയിലെ ഹൈലൈറ്റ്സ് റീജിയൻ നമ്മുടെ കർവ്സിൻ്റെ ഗ്രാഫിൽ എവിടെയാണെന്ന് നോക്കണം. മുകളിൽ റൈറ്റ് സൈഡിലല്ലേ. സോ അവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് അത് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യണം. നമ്മൾ കർവ്സിലൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ബ്രൈറ്റർ ആവുകയും തറയിലോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡാർക്കർ ആവുകയാണ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഹൈലൈറ്റ്സ് കൂടുതൽ ബ്രൈറ്റർ ആക്കാൻ വേണ്ടി ഹൈലൈറ്റ്സിൻ്റെ അടുത്തൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് അത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്തു. അപ്പം ഹൈലൈറ്റ്സ് ബ്രൈറ്റർ ആയി. ഇനി എനിക്ക് ഈ ഷാഡോസ് ഒന്ന് ഡാർക്ക് ആക്കണം. അതിനായിട്ട് ഞാൻ ബോട്ടം ലെഫ്റ്റ് സൈഡിലൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് തറയിലോട്ട് ഡ്രാഗ് ചെയ്തു. അപ്പോൾ ആ ഷാഡോസിൻ്റെ റീജിയൻ കൂടുതൽ ഡാർക്കായി. ഞാനിവിടെ ചെയ്തൊരു ക്ലാസിക് എസ് കർവാണ് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. സോ ഇനി വേറൊരു ഫോട്ടോ നോക്കാം. ഈ ഫോട്ടോയിൽ എനിക്ക് സ്കൈയിലെ ഹൈലൈറ്റ്സിനെ മാത്രമാണ് ഒന്ന് ബ്രൈറ്റൺ ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടി ഞാൻ മുകളിൽ ഹൈലൈറ്റ്സിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്തു. ബട്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അത് ഈ ഫോട്ടോയെ മുഴുവനായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതായത് ഷാഡോസും കൂടുതൽ ബ്രൈറ്റർ ആയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഗ്രാഫിൽ നോക്കിയാൽ അറിയാം. നമ്മൾ ആ പോയിന്റ് ക്രിയേറ്റ് ചെയ്തു മുകളിലോട്ട് ഡ്രാഗ് ചെയ്തപ്പോൾ അവിടെ ഒരു ഫുള്ളി ഒരു കർവാണ് ഉണ്ടായത്. അതായത് ഷാഡോസിനെയും മിഡ് ടോൺസിനെയും എല്ലാം ഒരുപോലെ എഫക്റ്റ് ചെയ്തു. ഇത് മാറ്റാൻ വേണ്ടി സെൻറ്ററിൽ ജസ്റ്റ് ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് തറയിലോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് കർവ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പോർട്രേറ്റിൻ്റെ ലൈറ്റ് ആൻഡ് കളർ കറക്ഷൻ ചെയ്ത് നോക്കാം. സോ ഈ ഫോട്ടോയിലെന്ന് പറയുന്നത് ഫേസിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് അതെന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്ററാണ്. സോ നമുക്ക് അവിടെ ഒന്ന് ലൈറ്റ് കറക്ഷൻ ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് റീജിയനിലൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഫേസിൻ്റെ റീജിയണല്ലേ ഹൈലൈറ്റ്സ് ആയിട്ട് വരുന്നത്. സോ അവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ജസ്റ്റ് തറയിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നെസ് കറക്റ്റ് ആവും. പിന്നെ ഞാൻ ഇതിൻ്റെ മിഡ് ടോൺസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സെൻറ്ററിലൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. സോ ഇപ്പോൾ നമ്മളതിൻ്റെ ലൈറ്റ്സ് കറക്റ്റ് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. നമുക്ക് ഈ ഫോട്ടോ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും സ്കിന്നിൻ്റെ ഒക്കെ കളർ ടോണിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു ബ്ലൂയിഷ് കളറാണ് സ്കിന്നിന് വന്നേക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഒന്ന് കളർ കറക്ഷൻ ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ RGB സെപ്പറേറ്റ് കർവ്സ് യൂസ് ചെയ്യുന്നത്. സോ അതെങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിന് മുമ്പേ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ഓർക്കുക. RGB എന്ന് പറയുന്നത് CMYയുടെ ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് മീൻസ് റെഡ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് സയൻ, ഗ്രീൻ എന്ന് പറയുന്നത് മജന്തയുടെ ഓപ്പോസിറ്റ് ആണ്, അതുപോലെ തന്നെ ബ്ലൂ എന്ന് പറയുന്നത് യെല്ലോയുടെ ഓപ്പോസിറ്റ് ആണ്. സോ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ RGB കർവ്സിൽ റെഡ് എടുത്തിട്ട് ഇപ്പോൾ റെഡ് നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഫോട്ടോയിൽ ആ റീജിയനിലെ റെഡ്സ് കൂടുകയും റെഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സയൻ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ കർവ് എടുത്തിട്ട് അവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ കൂടിയിട്ട് മജന്ത കുറയുകയാണ് ചെയ്യുന്നത് ആ ഫോട്ടോയിൽ.
അതുപോലെ തന്നെ ബ്ലൂ കർവ് എടുത്തിട്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ റീജിയനിലെ ബ്ലൂ കൂടുകയും യെല്ലോ കുറയുകയാണ് ചെയ്യുന്നത്. ആൻഡ് തറയിലേക്ക് ഡ്രാഗ് ചെയ്താൽ ഇതെല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. സോ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഇത് യൂസ് ചെയ്താണ് നമ്മുടെ ഫോട്ടോയിൽ കളർ കറക്ഷൻ നടത്തുന്നത്. സോ ഈ ഫോട്ടോയെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ബ്ലൂ ആൻഡ് സയാനൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. സോ അത് നമുക്ക് കുറയ്ക്കണം. ആൻഡ് റെഡ് ആൻഡ് യെല്ലോ കുറച്ചുകൂടി കൂട്ടണം, സ്കിൻ ടോൺസ് കറക്റ്റ് ചെയ്യാൻ. സോ ഫസ്റ്റ് എനിക്ക് സയാൻ കുറയ്ക്കണം. അതിനുവേണ്ടി ഞാൻ റെഡ് കർവ് എടുക്കുന്നു. കാരണം സയാൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന റെഡാണ്. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഫേസിൽ ഹൈലൈറ്റ്സ് വരുന്ന റീജിയനിൽ ഒരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. സോ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ പോയിന്റിലുള്ള റെഡ്സ് കൂടുകയും സയാൻ കുറയുകയാണ് ചെയ്തത്. സോ ഇതുപോലെ തന്നെ നമ്മൾ ബ്ലൂസ് എടുക്കുന്നു, ബ്ലൂസ് കുറയ്ക്കാൻ വേണ്ടി. ഇനി ഞാൻ ബ്ലൂസിൽ ആ ഫേസ് വരുന്ന റീജിയൻ, അതായത് ഹൈലൈറ്റ് റീജിയൻ, ആ കർവ്സിൽ ഒരു പോയിൻ്റ് ആഡ് ചെയ്യുന്നു. എന്നിട്ടത് തറയിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് ബ്ലൂസ് കുറച്ചു ആൻഡ് ആസ് എ റിസൾട്ട് യെല്ലോസ് കൂടി. സോ ഇതിപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഗ്രീൻസ് ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് മജന്ത ആഡ് ചെയ്യാൻ വേണ്ടി ഗ്രീൻസിൽ ഒരു പോയിൻ്റ് ആഡ് ചെയ്തു, അത് തറയിലേക്ക് ഡ്രാഗ് ചെയ്തു. ഇപ്പോൾ ഗ്രീൻസ് കുറയുകയും മജന്ത കൂടുകയും ചെയ്തു. സോ നൗ സ്കിൻ ടോൺസ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. സോ ദിസ് ഈസ് ദ ബിഫോർ ലൈറ്റ് ആൻഡ് കളർ കറക്ഷൻ ആൻഡ് ദിസ് ഈസ് ആഫ്റ്റർ ലൈറ്റ് ആൻഡ് കളർ കറക്ഷൻ. സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും കർവ്സ് എന്തോരം യൂസ്ഫുൾ ആണെന്ന്. സോ ഇനിയുള്ള നിങ്ങളുടെ ഫോട്ടോ എഡിറ്റിങ്ങിൽ കർവ്സിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക ആൻഡ് മേക്ക് യുവർ ഫോട്ടോസ് ഓസം. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.